സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്ന ഈ ലൊക്കേഷൻ ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ കൈക്കമ്പ അണ്ടർപാസേൻ്റെ മുകളിലുള്ള ഭാഗമാണ് കേട്ടോ. ഇവിടേക്ക് ഇത് ഇത്രത്തോളം പണി കഴിഞ്ഞു. ഇപ്പോൾ GSB അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറഞ്ഞ ഏരിയ മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ബാലൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് വന്നതാണ് നമ്മുടെ യാർഡിൽ നിന്ന്. ഇവിടെ ഇപ്പോൾ GSB അടിച്ച് റോളറൊക്കെ അടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ താഴെ ചില നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് ഈ സാധനം അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോഡും വണ്ടിയൊക്കെ ഇതാ ഇവിടെ വന്ന് വെയിറ്റിങ്ങിലാണ് കേട്ടോ. മൊത്തത്തിൽ പരിപാടി അങ്ങോട്ട് തകൃതിയിൽ നടക്കുന്നുണ്ട്. ഇതാ ഇത്രത്തോളം GSB ഒക്കെ അടിച്ചു. ഇനി ഈ സൈഡിലും GSB റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഭാഗമാണ് കൈക്കമ്പ ഏരിയ. കൈക്കമ്പ ഉപ്പള ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ ടോറസ് ലോറികളൊക്കെ ലോഡും കൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓരോ വണ്ടികളും തലങ്ങനം വിലങ്ങനെ ഓടുകയാണ്. താഴെക്കൂടിയൊക്കെ ലോഡൊക്കെ തട്ടിപ്പോകുന്ന നമ്മുടെ ടോറസ് ലോറികൾ കാണാം. ഇപ്പോൾ കൈക്കമ്പ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇതാണ്. ഇപ്പോൾ നമ്മുടെ കൈക്കമ്പക്കും ഉപ്പളൊക്കെ ഏരിയയിലാണ് ഇപ്പം കുറച്ച് വർക്ക് ഇനി ബാലൻസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ 3 വണ്ടികൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ WM ഇട്ട് ലെവൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ GSB ഒക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടുത്തെ മാറ്റം എന്ന് പറയുന്നത് നല്ല അടിപൊളി മരം തന്നെയാണ്. ഇത്രത്തോളം താർ ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഏരിയ മാത്രമേ ഇനി പരിപാടി ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഈ സൈഡിൽ നമ്മളിപ്പോൾ WM വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ സൈഡിൽ നമ്മുടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ ഫോർമേഷൻ്റെ കുറച്ച് പണികൾ കൂടി ബാലൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് GSB WM ഒക്കെ അടിച്ച് സെറ്റാക്കി കൊണ്ടുവരണം. ഇവിടെയൊക്കെ ഇതാ ഇഷ്ടം പോലെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരുപാട് ഏരിയയിൽ നമ്മുടെ ഫ്രിക്ഷൻ സ്ലാബൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ബസ് പോകുന്നതിൻ്റെ അവിടെ വരെ താറിങ്ങൊക്കെ കഴിഞ്ഞതാണ്. നമ്മളിപ്പോൾ നയാ ബസാറാണ് ഇട്ടുള്ളത്. അപ്പോൾ നയാ ബസാറിൽ നിന്ന് നേരെ കൈക്കമ്പ ഏരിയയിലോട്ടാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. കൈക്കമ്പ ഉപ്പള ഏരിയയിലോട്ട്. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും ഇവിടെ പണി തകൃതിയായി നടക്കുന്നുണ്ട്. നമ്മുടെ ഫേവർ ഇത് അവിടെ നിന്ന് ലെവൽ ചെയ്ത് പോവുകയാണ് കേട്ടോ. WM. അപ്പോൾ നമ്മുടെ ഫേവറിലോട്ട് സാധനം ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഫേവർ വെച്ച് ലെവലാക്കി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടിപ്പറിലെ ലോഡ് തീർന്നു. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി ലോഡ് തട്ടിപ്പോയി. അടുത്ത വണ്ടി ഇതാ നമ്മുടെ ഫേവറിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ഫേവറിലോട്ട് വണ്ടി വയ്ക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത വണ്ടി വന്ന് ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. ഫുൾ ലോഡ് സാധനമാണ് കേട്ടോ. അതിങ്ങനെ പതിയെ നമ്മുടെ ഫേവറിലോട്ട് ഇങ്ങനെ തട്ടിയിടും. അപ്പോൾ നമ്മുടെ ഫേവർ ഇങ്ങനെ ലൈനാക്കി വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇതാ ടയറൊക്കെ പൊന്തിക്കെടുക്കണം കേട്ടോ. നമ്മുടെ ഫേവറിൽ അവസാന ലോഡും തട്ടി കഴിഞ്ഞു. അപ്പോൾ ഈ ലോഡും കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരണം.
അപ്പോൾ നമ്മുടെ കുറച്ചൊരു ഏരിയ കൂടി ചെയ്യാനുണ്ട്. ഇനി നമ്മൾ അടുത്ത ടിപ്പറിനെ വിളിച്ചിട്ടുണ്ട്. ദൂരെയായിട്ട് 2 വണ്ടികൾ കാണാം. അപ്പോൾ അതിലൊരു ടിപ്പർ ഇനിയിപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ പേവറിലോട്ട് സാധനം തട്ടണം. ഇവിടെയൊക്കെ ഇതാ ക്രാഷ് ബാരിൻ്റെ കോൺക്രീറ്റ് വർക്കിന് നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വണ്ടിയൊക്കെ പോകുന്നത്. ഇവിടെ ഒരു അണ്ടർപാസ്സായുണ്ട്. ഇത് നമ്മുടെ നയാ ബസാറുള്ള അണ്ടർപാസ്സായാണ്. ഇപ്പോൾ WM ആയിട്ട് നമ്മുടെ അടുത്ത വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത വണ്ടി വന്ന് ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഏരിയ മാത്രമേ ഇനി നമുക്ക് പോകേണ്ടതായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് ലോഡ് തട്ടി ബാക്കി ബാലൻസ് നമ്മൾ അടുത്ത വശത്തായിട്ട് വലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പറും കാര്യങ്ങളും തന്നെ മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു സൈഡ് കൂടെ ഉണ്ട്. ഇനി നമ്മൾ ഈ പേപ്പർ മൊത്തത്തിൽ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കണം. എന്നാലേ നമുക്കിനി അടുത്ത ലോഡ് തട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോഡ് തട്ടണം, ഒഴിവാകണം. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ചെറിയ 2 വണ്ടി വന്ന് കിടന്നുണ്ട്. അതുപോലെ തന്നെ റോളറൊക്കെ സെറ്റായി കേട്ടോ. നമ്മുടെ പേപ്പർ ലോഡ് കെട്ടിക്കഴിയുമ്പോൾ തോർത്തുക നേരെ നിലത്ത് തൊടാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരെയായിട്ട് കോൺക്രീറ്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളടുത്ത വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് കൈക്കമ്പ കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല അടിപൊളി വർക്ക് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.